അപ്പോൾ എൻ്റെ ചെറുതല്ലാത്ത വീഡിയോ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഞങ്ങളുടെ ഒരു ലുലു മാൾ ട്രിപ്പാണ്. എവിടെ? കോട്ടയം ലുലു. സോ നമുക്ക് വീഡിയോസിലേക്ക് കിടക്കാം. നോക്കണ്ട മോനെ, ഇൻട്രോ ഒന്നും ആയിട്ടൊന്നുമില്ല. ഇൻട്രോ ആകുമ്പോൾ ഞാൻ അറിയിക്കാം. അടുത്ത വീഡിയോസ് തൊട്ട് നമുക്ക് ഇൻട്രോ പരിഗണിക്കാം. ഈ വീഡിയോ ഇൻട്രോ ഇല്ലാതെ കാണുക. കണ്ടോ ഓക്കെ, അത് നമ്മൾ ലിസ്റ്റിലേക്ക് പറയുന്നത്. ആദ്യമായിട്ട് നമ്മൾ തുടങ്ങിയത് എവിടെയായിരുന്നു വെച്ചാൽ ആരൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ആരൊക്കെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ ഞാനുണ്ടായിരുന്നു, എബി ഉണ്ടായിരുന്നു, അഭിരാം ഉണ്ടായിരുന്നു, മിലനുണ്ടായിരുന്നു, അമിലുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ പിന്നാലെ നമ്മൾ അടുത്ത് നോക്കുന്നത് എബി ഉറങ്ങുന്ന വീഡിയോ. ഇപ്പം നിങ്ങൾക്ക് കാഴ്ച കാണാൻ പറ്റുന്നതാണ്. എന്നിട്ട് നമ്മൾ എബി ഉറങ്ങി വേറെ കുറെ അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ ജോയ്മാളിൻ്റെ മുന്നിലൂടെയാണ് പാസ് ചെയ്ത് പോയത്. അതിനുശേഷം നമ്മൾ നേരെ ചെല്ലുന്നു, KSRTC സ്റ്റാൻഡിൽ ബസ് ഇറങ്ങുന്നു. അവിടെ നിന്ന് ഒരു ഹോട്ടൽ തപ്പി ഞങ്ങൾ മുന്നോട്ട് നടക്കുന്നു. നടന്ന് 2 കിലോമീറ്റർ ശേഷം ഞങ്ങൾക്ക് ഒരു ഹോട്ടലിൽ കിട്ടി. ഞങ്ങൾ കുശാലായിട്ട് കയറി പൊറോട്ട, ബീഫ്, മീൻകറി എന്നിവയൊക്കെ വാങ്ങിച്ച് വിശിഷ്ടമായ ഒരു ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം ഞങ്ങൾ വീണ്ടും ഇറങ്ങി തൊട്ട് മുന്നിലേക്ക് ഒരു 200 മീറ്റർ നടന്നതിന് ശേഷം ഞങ്ങൾക്ക് അടുത്ത ബസ് കിട്ടി. ഞങ്ങളടുത്ത ബസ്സിൽ കയറി ഞങ്ങൾ നേരെ ലുലുവിലേക്ക് ചെല്ലുന്നു. ഞങ്ങൾ ലുലുവിലേക്ക് ചെല്ലുമ്പോൾ നിങ്ങൾ കാഴ്ച കാണുന്നത് എന്തെന്ന് വെച്ചാൽ നീണ്ട സാഗരം പോലെ ഒരു വണ്ടി കിടക്കുന്നത്. ശരി, നീണ്ട സാഗരങ്ങൾ പോലെ പാർക്കിംഗ് ലോട്ടിൽ വണ്ടികൾ കിടക്കുന്നതാണ്. എന്നിട്ട് നമ്മൾ അതിനുശേഷം നമ്മൾ നേരെ ലുലുവിലേക്ക് ചെല്ലുന്നു. ലുലുവിലേക്കുള്ള എൻട്രി വലിയ മാളെന്നൊക്കെ കൊടുത്ത് പ്രതീക്ഷിച്ചെന്നെങ്കിലും അത്യാവശ്യം തരക്കേടില്ലാത്ത ലെവലിൽ എന്താ പറയണ്ടേ, ജസ്റ്റ് ഓക്കെ മാളാണ്. ആരും എറണാകുളം, ട്രിവാൻഡ്രം അതോ ലുലുവെന്ന് പ്രതീക്ഷിക്കില്ല. ദിസ് ഈസ് ജസ്റ്റ് എ സ്മോൾ മാൾ. ഓക്കെ, എന്നിട്ട് നമ്മൾ അത് കഴിഞ്ഞ് നേരെ നമ്മൾ താഴെ നിൽക്കുന്നു. കുറേ പിള്ളേരൊക്കെ കാണുന്നു. യു നോ ഒബ്വിയസ്ലി വാട്ട് ഐ മീൻ ബൈ പിള്ളേർ. ഓക്കെ, എന്നിട്ട് നമ്മൾ അത് കഴിഞ്ഞ് നേരെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറുന്നു. നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറുന്നതും നമ്മൾ ആദ്യം ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കുമ്പോൾ കാണുന്നത് എന്താണ്? ഗെയിമിംഗ് സെക്ഷനാണ്. നമ്മൾ ഗെയിമിംഗ് സെക്ഷനിലേക്ക് ഇടിച്ച് തള്ളി കയറി ചെല്ലുന്നു. അവിടെയാണ് പിള്ളേരും കൊണ്ട് സീനാണ്. പിള്ളേരെ തട്ടിക്കൊണ്ട് പോയെങ്കിൽ ഇപ്പോൾ കോടീശ്വരായി നമ്മളുടെ പിള്ളേരാണ്. എന്നിട്ട് നമ്മൾ അതിലൂടെ കയറുന്നു. ഗെയിമിംഗ് സെക്ഷനിലേക്ക് കയറി നമ്മൾ നേരെ ആദ്യം കാണുന്നത് ഒരു ചെറുക്കൻ കുതിര ഓടിക്കുന്നതാണ്. അതൊക്കെ ഒറ്റയ്ക്ക് ഉണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ സങ്കടം ഓബിയസ്ലി എല്ലാവർക്കും മനസ്സിലാവും. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് ബമ്പർക്കാർ കണ്ടു, ഒരു കൊച്ചു വണ്ടി ഓടിക്കുന്ന കണ്ടു. പിന്നെ അടുത്ത നമ്മളൊരു ചെറുക്കൻ മുടിന് തീ പിടിച്ച പോലെ എങ്ങോട്ടൊക്കെ ഇടിച്ച് കയറി വണ്ടി ഇടിക്കുന്നു. പിന്നെ 2 പിള്ളേരെ നമ്മളിങ്ങനെ സ്നോ ഗ്ലോ ഒക്കെ കണ്ട് ആസ്വദിച്ച് എന്നിട്ട് നമ്മൾ ഒരു ചെറുക്കൻ സോംബീസിനെ ബോൾ വെച്ച് എറിഞ്ഞ് തകർക്കാൻ നോക്കുന്നു. ആ TV പൊട്ടിച്ചു. എന്നിട്ട് നമ്മൾ തൊട്ടപ്പുറത്ത് ചേട്ടന്മാർ ബാസ്കറ്റ്ബോൾ കളിക്കുന്നുണ്ടായിരുന്നു. ചേട്ടന്മാർ മാക്സിമം ഹൂപ്പിലേക്ക് എറിയാൻ ശ്രമിച്ചു, പക്ഷെ നടന്നില്ല. കോട്ടക്സ് ആയില്ല. ബെറ്റർ ലക്ക് നെക്സ്റ്റ്. എന്നിട്ട് നമ്മൾ അവിടെ നിന്ന് നേരെ എങ്ങോട്ട് പോകുന്നതെന്ന് വെച്ചാൽ ഗെയിമിംഗ് സെക്ഷനിൽ നിന്ന് ഇറങ്ങി തെക്കോട്ട് നടന്നാൽ 2 അടി ശേഷം നമ്മൾ ഫാഷൻ സ്റ്റോറിൽ ചെല്ലും. അതാണ് ലുലു ഫാഷൻ സ്റ്റോർ. ലുലു ഫാഷൻ സ്റ്റോറിൽ നമ്മൾ കയറുന്നു. നമ്മൾ കയറിയത് നമുക്ക് കാണാൻ പറ്റിയത് നമ്മുടെ നിക്കറ് വിട്ടാൽ പോലും നമുക്ക് അവിടുത്തെ ഷർട്ട് വാങ്ങാൻ പറ്റത്തില്ല. അമ്മതിരി പൈസയാണ് അവിടെ. വെരി വെരി റിച്ച് പീപ്പിൾ ക്യാൻ ബൈ തിങ്സ് ഫ്രം ദർ എന്നൊക്കെ പറയാം. അതുപോലെയാണ്. അതായത് നമ്മൾ 2 ട്രൗസർ വാങ്ങുന്ന വിലയ്ക്ക് 5-6 ട്രൗസർ വാങ്ങുന്ന വിലയ്ക്ക് നമുക്ക് വേണമെങ്കിൽ അവിടെ പോയി ഇൻട്രമീനിയർ വാങ്ങാം. ആ ലെവലാണ് അവിടുത്തെ ബഡ്ജറ്റ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പിന്നെ അത് കഴിഞ്ഞ് അതിലൂടെ നടക്കുന്ന വഴി നമ്മൾ മിലൻ്റെ ഹരിയുടെ 2 സംഭാഷണങ്ങൾ കണ്ടു. അതിപ്പോൾ ഉടഞ്ഞു വരുന്നതായിരിക്കും. ഷർട്ടിന്റെ വില നോക്കാം. വെറും 4000 രൂപയുള്ളൂ ഗൈസ്. ഓക്കെ, അതിനുശേഷം ഹരിയുടെ മില്ലിൻ്റെ സംഭാഷണങ്ങൾ കണ്ട ശേഷം ഞങ്ങൾ പിന്നെ നേരെ നടന്നത് ടോയ് സെക്ഷനിലേക്കാണ്. ടോയ് സെക്ഷനിൽ നമ്മൾ ആദ്യം ചെന്നു. നമ്മൾ ആദ്യം കണ്ടത് എന്താണെന്ന് അറിയാമോ? ബേബ്ലേഡ് ആയിരുന്നു. കാരണം ബാക്കിയുള്ള സെക്ഷനിലെല്ലാം തിരക്കായിരുന്നു. സോ ഞങ്ങൾ ആദ്യം ഒരു മൂലയ്ക്കും ചെന്ന് ഞങ്ങൾ ആദ്യം ബേബ്ലേഡ് കണ്ടു. കുറേ മെമ്മറീസൊക്കെ ആലോചിച്ചെടുത്തു. പിന്നെ അത് കഴിഞ്ഞാണ് മോനെ മെയിൻ സെക്ഷൻ നമ്മൾ ചെന്നത്. ബേബ്ലേഡ് കഴിഞ്ഞ് തൊട്ട് പുറകിൽ നിങ്ങൾ നോക്കിയപ്പോൾ നിങ്ങൾ കണ്ടത് എന്താണെന്നറിയോ? നിങ്ങൾ കണ്ടത് സ്വർഗമാണ്. സ്വർഗം. ഹോട്ടൽ സെക്ഷനാണ് ഞങ്ങൾ കണ്ടത്. ഹോട്ടൽ സെക്ഷൻ കണ്ട് ഞങ്ങൾ അവിടെ കുറേ വണ്ടി പെറുക്കി, അത് പെറുക്കി ഇങ്ങനെ നടന്നു. കുറേ പൈസ നോക്കി നടന്നില്ല. ഒബിയസ്ലി ടു എക്സ്പെൻസീവ്. ഹോട്ടൽസിനെ പറ്റി എന്താ അഭിപ്രായം? ഹോട്ടൽസ് നൈസാണ്, പക്ഷെ കൈ കാശില്ല. ആഗ്രഹമുണ്ടോ? എന്താ പിന്നെ തൊട്ടപ്പുറത്തിരിക്കുന്ന കുറെ ബൈക്ക് കണ്ടു. പിന്നെ അത് കഴിഞ്ഞാണ് ഞങ്ങൾ അടുത്തത് കാണുന്നത്. അതായത് ഈ ഒരുമാതിരി എന്താ മറ്റേ ഐസ്റ്റേജിനകത്ത് അണ്ണാന് നട്ട്സ് കിട്ടുമ്പോൾ ഇങ്ങനെ മാവ് ഒളിച്ചിരിക്കുന്ന പോലെ ഒരുത്തൻ അവിടെ നെർഫിന്റെ കണ്ട് ഇങ്ങനെ സ്വപ്ന ലോകത്ത് നിൽക്കുന്ന പോലെ ഒരു കാഴ്ച ഞങ്ങൾ കണ്ടു കേട്ടോ. അത് വേണം ഇപ്പൊ പ്ലേ ചെയ്ത്.
എന്നിട്ട് അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ മില്ലിന് കുറച്ച് ഡ്രസ്സ് എടുക്കാൻ പോയി. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ചുറ്റി തുടങ്ങി കണ്ടപ്പോൾ ഒരു നല്ല സൂപ്പർ സാധനം കേട്ടോ. അത് ഗ്ലാസിന്റെ അകത്ത് സാൻഡ്വിച്ച് ചെയ്തേക്കുന്ന ഒരു ആർഡറാണ്. കൊള്ളാം. ഐ തിങ്ക് 150 ബിറ്റ്വീൻ 150 or 250 റുപ്പീസ് അത്ര ആണ് അതിന്റെ വില. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ അടുത്ത സെക്ഷനിലേക്ക് പോയി. അടുത്ത സെക്ഷനിലേക്ക് കണ്ടപ്പോഴാണ് നമ്മളെ വേറൊരു സ്വർഗം കണ്ടത്. അതായത് നമ്മുടെ ബോയ്സിന്റെ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ ആഗ്രഹിക്കുന്നത് 2 കാര്യങ്ങളായിരിക്കും. ഐ മീൻ ആസ് ചിൽഡ്രൻ നമ്മൾ ആഗ്രഹിക്കുന്ന 2 കാര്യങ്ങളായിരിക്കും. ഒന്ന് ഹോട്ട് വീൽസ്, 2 പ്ലേ സ്റ്റേഷൻ. പിന്നെ ഞങ്ങളോട് പോയി പ്ലേ സ്റ്റേഷൻ കണ്ടു. പ്ലേ സ്റ്റേഷൻ 5 കണ്ടു. അതിനെല്ലാം വില ചോദിച്ചു. ഏറെക്കുറെ വാങ്ങുന്നിടം വരെ വന്നു. പക്ഷെ കയ്യിൽ പൈസ ഇല്ലാതെ ഞങ്ങൾ വാങ്ങിയില്ല. എന്നിട്ട് ഞങ്ങൾ പിന്നെ കുറച്ച് സാംസങ്ങിന്റെ റിവ്യൂ നോക്കാൻ പോയി. ഞങ്ങളെ പ്രൊഫഷണൽ എന്താ പറയണ്ടേ ടെക്നോളജി റിവ്യൂവറും ഏറ്റവും മുണ്ടയ്ക്കത് അറിയപ്പെട്ട പ്രശസ്തമല്ലാത്ത എബീനെയും കൂടെ ഞങ്ങൾ സാംസങ്ങിന്റെ റിവ്യൂ നോക്കിപ്പിച്ചു. ഒബിയസ്ലി S23 കൊണ്ട് നടക്കുന്ന S24നെ കുറ്റം പറഞ്ഞ് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. പെട്ടെന്നൊരു റിവ്യൂ. S24 അൾട്രാ മടക്കിക്കേ. അങ്ങനെ S24നെ കുറ്റം പറഞ്ഞ് ഞങ്ങൾ പിന്നെ ഞാൻ കുറച്ച് ഫോൾഡ് ഫോൺ എടുത്ത് ഫോൾഡ് മടക്കി നോക്കി. ഒബിയസ്ലി ഫോൾഡ് ഫോൺ ഇസ് യൂസ്ഡ് ഫോർ ഫോൾഡിങ്. ഓക്കെ, എന്നിട്ട് ഞങ്ങൾ പിന്നെ അവിടുന്ന് നേരെ ഫുഡ് കോർട്ടിലേക്ക് വന്നു. ഫുഡ് കോർട്ടിലേക്ക് നടന്നപ്പോഴാണ് മണ്ണിട്ടാത്ത രീതിയിൽ ആളാണ് അവിടെ. ഒരു രക്ഷയില്ല. എന്നിട്ട് ചിക്കൻ ഉണ്ട്, അങ്ങനെ KFC ഉണ്ട്, അങ്ങനെ മക്ഡൊണാൾഡ്സ് ഉണ്ട്. സോ ജസ്റ്റ് ലൈക്ക് ദാറ്റ് സം യൂഷ്വൽ നമ്മൾ മോളിൽ കണ്ടുവരുന്ന കുറച്ച് മാളിൽ കണ്ടുവരുന്ന കുറച്ച് യൂഷ്വൽ ഫുഡ് സ്പോട്ട്സ്. അത് കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ നോക്കുമ്പോഴത്തേക്കും അമൂലിന്റെ ഒരു ഷോപ്പുണ്ട് അവിടെ. സോ ഓബിയസ്ലി അത് ചെറിയാറാണല്ലോ. സോ ഞങ്ങൾ അമൂലിന്റെ ഷോപ്പിൽ പോയി എന്തെങ്കിലും വാങ്ങാൻ നിർത്തപ്പോഴേക്കാണ് എൻ്റെ പടച്ചോനെ 140 രൂപ എങ്ങാണ്ട് ഒരു ഷേക്കിന്. ഇത് നമ്മുടെ മുണ്ടക്കയിൽ തന്നെ 40 രൂപയ്ക്ക് ഷേക്ക് കിട്ടും, 60 രൂപയ്ക്ക്, 60 അല്ല 80 രൂപയ്ക്ക് ഷേക്ക് കിട്ടും. ഇത് 140 രൂപയ്ക്ക് നോർമൽ ഷേക്കൊക്കെ. നമുക്ക് നമ്മുടെ കൊത്തി ഒതുങ്ങുന്നല്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അത് കഴിഞ്ഞ് നേരെ കറങ്ങി നേരെ തിരിച്ച് താഴെ ഫ്ലോറിലേക്ക് വന്നു. ഫ്ലോറിലേക്ക് വന്നപ്പോൾ അവിടെ ഹൈപ്പർ മാർട്ടാണ്. സോ ഡൗൺ ഫ്ലോറിൽ ആണ് KFC, മക്ഡൊണാൾഡ്സ്, ഒരു ഹൈപ്പർ മാർട്ട് ഉണ്ട്. മേളിലാണ് ഗെയിമിംഗ് സെക്ഷൻ, ഈ ഫാഷൻ സ്റ്റോറും പിന്നെ ഫുഡ് കോർട്ടും. ആ ഫുഡ് കോർട്ടിൽ ചിക്കിങ്, ബർഗർ കിങ്, അങ്ങനെ ചെറിയ ഔട്ട്ലെറ്റ്സ് പോലെയും അമൂലിൻ്റെ വരെ. പിന്നെ നിങ്ങൾ നേരെ താഴോട്ട് വന്നു. ഹൈപ്പർ മാർട്ടിൽ കയറി കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങി നടന്ന് അഭിരാമിന് ഒരു ബൂസ്റ്റ് ഓഫർ ചെയ്തു. ബട്ട് ഒബിയസ്ലി ഹി ഡിഡ്ന്റ് സേ ദ റൈറ്റ് ആൻസർ. ആ വീഡിയോ വേണം ഞാൻ കാണിച്ചു തരാം. ഞാൻ ചോദ്യം ചോദിക്കാം, ഉത്തരം പറഞ്ഞാൽ നിനക്ക് സമ്മാനം വാങ്ങിച്ചു തരാം. പോസ്റ്റ് സീക്രട്ടോ? അല്ല, തെറ്റുത്തരം. നിനക്ക് കഞ്ഞിയേ ഉള്ളൂ. നമുക്ക് വീഡിയോ കണ്ടു തീർക്കാൻ ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്നിട്ട് നമ്മൾ അത് കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ ഓരോ പേസ്ട്രി സെക്ഷനിൽ നടക്കുമ്പോഴാണ് ഞങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും മുതിർന്ന പൗരനായ എബി ഏറ്റവും പിള്ളേരുടെ ഐറ്റമായ കിൻഡർ ജോയ് പോയി കൊണ്ടുവരുന്നത്. ഒന്നും നോക്കിയില്ല, നമ്മൾ കിടന്ന് അടി ഉണ്ടാക്കി. നമുക്കും കിൻഡർ ജോയ് വാങ്ങാമെന്ന് പറഞ്ഞു. പിന്നെ ഒരു നമ്മളും കിൻഡർ ജോയ് വാങ്ങി കേട്ടോ. പിന്നെ കിൻഡർ ജോയ് വാങ്ങി ഞങ്ങൾ നേരെ വേറെ എന്ത് വാങ്ങുമെന്ന് ഇങ്ങനെ ഓർത്ത് പോയപ്പോഴാണ് നമുക്ക് സ്വിസ് റോൾ കിട്ടിയത്. 5 പീസ് 150 രൂപയ്ക്ക്. ഓഫ് കോഴ്സ് കൊക്കിൽ ഒതുങ്ങുന്നതുകൊണ്ടായതുകൊണ്ട് നമ്മളിങ്ങനെ വാങ്ങി. ഓക്കെ, ഞങ്ങൾ വാങ്ങി പിന്നെ ഞങ്ങൾ നേരെ നടന്നിങ്ങനെ കറങ്ങി പോയപ്പോഴാണ് നമ്മൾക്ക് മറ്റേ നീളമുള്ള ഫ്രഞ്ച് ബ്രെഡ് കിട്ടിയത്. ഫ്രഞ്ച് ബ്രെഡ് ഞങ്ങൾ വാങ്ങിച്ചു 38 റുപ്പീസ്. എന്നിട്ട് ഞങ്ങൾ അതുകൊണ്ട് ഫിഷ് മാർക്കറ്റിൽ പോയി. ഫിഷ് മാർക്കറ്റിൽ വന്ന് കണ്ണഞ്ചാള കിടക്കാൻ കണ്ടു. സോ ഒബിയസ്ലി കണ്ണഞ്ചാള ഫ്രം കോട്ടയം ലുലു മാൾ. അതിനോ ഫ്ലോ ഇല്ല, എന്നാലും കേൾക്കാൻ തോന്നുന്നു. പോട്ടെ വീട്. എന്നിട്ട് ഞങ്ങൾ അതുവഴി ജീവനുള്ള കുറച്ച് കാറ്റ്ഫിഷിനെ കണ്ടു. അറക്കാൻ വെച്ചിരിക്കുന്ന സീന. എന്നിട്ട് ഞങ്ങൾ പിന്നെ ഇങ്ങോട്ടാ പോയത്. പിന്നെ നോക്കട്ടെ, പിന്നെ ഞങ്ങൾ ചിക്കൻ സ്റ്റോറിൽ പോയി കേട്ടോ. പിന്നെ ഞങ്ങൾ മീറ്റിന്റെ സെക്ഷൻ പോയിട്ട് അവിടെ ആടിന്റെ പല കഷ്ണങ്ങളൊക്കെ, എല്ലാ കഷ്ണങ്ങളും അവിടെ വെച്ചിട്ടുണ്ട്. എല്ലാ കഷ്ണങ്ങളും മീൻസ് എല്ലാ പാർട്സും, ആടിന്റെ എല്ലാ പാർട്സും തല മുതൽ വാല് വരെ കംപ്ലീറ്റ് പാർട്സ് അവിടെ ഉണ്ട്. കംപ്ലീറ്റ് പാർട്സ് നിങ്ങൾ ഇല്ലെന്ന് ഉദ്ദേശിക്കുന്ന ആ പാർട്സ് വരെ അവിടെ ഉണ്ട് കേട്ടോ. എന്നിട്ട് ഞങ്ങൾ അത്ര പാർട്സ് കണ്ട് പിന്നെ മീറ്റ് സ്റ്റോറിൽ ചെന്നപ്പോഴാണ് ഞങ്ങൾക്ക് ഡാർക്ക് ഫാന്റസി കണ്ടത്. മീറ്റ് സ്റ്റോറിന്റെ പുറകിലായിട്ടാണ്. അതായത് മീറ്റ് സ്റ്റോറിന്റെ കൗണ്ടർ ഉണ്ട്, അതിന് നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു ഡാർക്ക് ഫാന്റസിയുടെ കൗണ്ടർ ഉണ്ടായിരുന്നു. ഇങ്ങനെ ഷെൽഫ് വെച്ചിട്ടുണ്ടായിരുന്നു. അത് കണ്ടപ്പോഴാണ് മിലന് വല്ലാത്തൊരു ഐഡിയ തോന്നിയത്. നമുക്ക് അതിലേക്ക് കിടക്കാം. പിന്നെ വെളിച്ച മില്ലിന്റെ അതിലും വെളിച്ച ചെളിയായിട്ട് നമ്മള് പിന്നെ ഇങ്ങോട്ടാ പോയത്. പിന്നെ ഞങ്ങൾ ബില്ലിങ്ങിലേക്ക് പോയപ്പോൾ നല്ല 2 ചേച്ചിമാരായിരുന്നു. ഒബിയസ്ലി ഞങ്ങൾ വി ബിക്കേം ജെന്റിൽമെൻ, യുനോ.
ദെൻ ഞങ്ങളുടെ ആകെ ഷോപ്പിംഗ് കഴിഞ്ഞ ഒരു ഫ്രഞ്ച് ബ്രെഡ്, കിൻഡർ ജോയ്, സ്വിസ് റോള്, പിന്നെ കുറച്ച് സ്നിക്കേഴ്സ്, ഇതെല്ലാം കൂടെ ഞങ്ങൾ ബില്ല് ചെയ്തു, ഇറങ്ങി. പിന്നെ ഇങ്ങോട്ടാ ഇറങ്ങി ഞങ്ങൾ അടുത്ത ഫുഡ് സ്പോട്ട് തപ്പിപ്പോയി. കോട്ടയത്ത് മികച്ചൊരു ഫുഡ് സ്പോട്ട് മിലനാണെങ്കിൽ ഗൂഗിളിൽ നോക്കിയപ്പോൾ 70 കിലോമീറ്റർ അപ്പുറത്തുള്ള ഫുഡ് സ്പോട്ടൊക്കെ കാണിക്കുന്നത്. ഒബിയസ്ലി മണ്ടത്തരമാണല്ലോ. എന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ലുലുമാളിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഒടുക്കത്തെ ചൂട്, രക്ഷയില്ല. അയ്യോ ഇപ്പം വേർക്കണമല്ലോ, അതുപോലെ ഞാൻ വേർത്തൊഴുകുമായിരുന്നു നടക്കുന്നത്. അല്ല ഒടുക്കത്തെ ചൂടാണ് കേട്ടോ, രക്ഷയില്ല കേട്ടോ. എന്നിട്ട് അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങി നേരെ വെളിയിൽ പോയി കിൻഡർ ജോയ് അൺബോക്സ് ചെയ്തു. എന്ത് കിട്ടും അബിയെ? പെണ്ണിനെ കിട്ടി, എബിക്ക് പെണ്ണ് കിട്ടി ഫൈനലി. കിൻഡർ ജോയ് അൺബോക്സ് ചെയ്ത് കഴിഞ്ഞ് നേരെ ഞങ്ങൾ അടുത്ത ബസ്സിൽ കയറി സ്ട്രേറ്റ് നാഗമ്പടം പ്രൈവറ്റ് സ്റ്റാൻഡിലേക്ക്. നാഗമ്പടം പ്രൈവറ്റ് സ്റ്റാൻഡിൽ ചെന്നപ്പോഴത്തേക്ക് ഇത്തിരി ക്ലാസ്സുള്ള നല്ലൊരു ബേക്കറി കണ്ടു. സോ ബേക്കറിക്കകത്ത് ഒബ്വിയസ്ലി ചൂടായിരുന്നു. എന്നാലും ഞങ്ങൾ ഫലൂഡയും ഷാർജ ഷേക്കും സൗദി ഷേക്കും ലൈമും 3 വാങ്ങിച്ച് കുടിച്ചു സീമാണല്ലോ. ഓക്കെ, എന്നിട്ട് അവിടെ നിന്ന് അടുത്ത വണ്ടി തപ്പി അടുത്തൊരു പ്രൈവറ്റ് വണ്ടി കയറി ഞങ്ങൾ വീണ്ടും എബിയുടെ ഉറക്കത്തിലേക്ക്. എബി അമ്മയിലും കിടന്ന് ഉറങ്ങി. പിന്നെ അവിടെ നിന്ന് ഒരു 3/4 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ മില്ലിൻ്റെ സ്റ്റോപ്പെത്തി പൊടിമറ്റം. സോ മില്ലിനെ ഞങ്ങളവിടെ ഇറക്കി വിട്ടു. പിന്നെന്താ ലിസ്റ്റ് തീർന്നു. പിന്നെ ഒബിയസ്ലി ഞങ്ങൾ തിരിച്ച് മുണ്ടക്കയം വന്നു, വീട്ടിലേക്ക് പോയി. ഇതായിരുന്നു ഞങ്ങളുടെ ഒരു ദിവസത്തെ കോട്ടയം ട്രിപ്പ്. സോ ഞങ്ങൾ രാവിലെ 8:30 വീട്ടിൽ നിന്ന് ഇറങ്ങി തിരിച്ച് 5 മണി 8:30 മുണ്ടക്കയത്ത് നിന്ന് ടേക്ക് ഓഫ് ആയി. ഞങ്ങൾ തിരിച്ച് കറക്റ്റ് 5 മണിയായപ്പോൾ തിരിച്ച് മുണ്ടക്കയത്തി. സോ ഐ തിങ്ക് ഒബിയസ്ലി ലുലു മാൾ ഇസ് എ നൈസ് സ്പോട്ട് ഫോർ എ വൺ ഡേ ട്രിപ്പ്. കൊള്ളാം, യു ക്യാൻ ഗോ എക്സ്പ്ലോർ. അത്യാവശ്യം നല്ല ആളാണ്. ഒബിയസ്ലി ഞാൻ ഈ വീഡിയോ വരുന്ന ടൈം മോസ്റ്റ് പ്രോബബ്ലി 27th ഞങ്ങൾ പോയത്. 28th അല്ലെങ്കിൽ 29th ആയിരിക്കും ഈ വീഡിയോ വരുന്നത്. ഓക്കെ, ആദ്യത്തെ വ്ളോഗാണ്, കുറ്റം പറയരുത്. എസ്പെഷ്യലി എൻ്റെ കൂട്ടുകാരുണ്ട്, സഹായിക്കുക. നിങ്ങൾ ഇത് വ്ളോഗ് കാണുമ്പോൾ നിങ്ങളുടെ കൂടെ ഉള്ള വേറെ പല കൂട്ടുകാരെയും നിങ്ങൾക്ക് ഓർമ്മ വരും. പക്ഷേ ഇത് തികച്ച് യാദൃശ്ചികമായിട്ട് ഞാൻ ഉണ്ടാക്കിയ വ്ളോഗാണ്. അത്രേ ഉള്ളൂ. പിന്നെ എൻ്റെ ബാക്കി കൂട്ടുകാരെ ഞാൻ വ്ളോഗ് ശല്യപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. ഇങ്ങനെ വല്ലപ്പോഴൊക്കെ കാണും കേട്ടോ. ഓക്കെ, അപ്പം ചെറുതല്ലാത്ത എൻ്റെ വലിയ കഥയ്ക്ക് കഥയ്ക്കുമ്പോൾ ട്രിപ്പിന് ഇത്ര ചെവി ഓർത്ത എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു. പിന്നെ ഞാൻ താഴെ ഒരു കമൻറ്റിൽ അല്ല വേണ്ട വിട്ടെ. അപ്പോൾ ശരി, ബൈ, ഗുഡ് നൈറ്റ്.